മലയാളത്തിൽ ഇനിയൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടാവില്ല എന്ന് പഴയകാല സിനിമാ പ്രവർത്തകരും സിനിമാ നിരീക്ഷകരും പല വേദികളിലായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പൃഥ്വിരാജ് മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറായി ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതകളും ഉള്ള നടനാണ്. ആ യാത്രയിലേക്കുള്ള മൈൽ സ്റ്റോൺ ആയിരിക്കും പൃഥ്വിയുടെ ആടുജീവിതം. മലയാളത്തിലുള്ള സൂപ്പർ സ്റ്റാർസിൻ്റെ സിനിമാ കരിയർ എടുത്തു നോക്കിയാൽ അതിനോട് ഉപമിക്കാൻ പറ്റിയ പല സമാനതകളും പൃഥ്വിരാജിൻ്റെ കരിയറിനുണ്ട്. വളരെ ചെറിയ പ്രായത്തിലാണ് പൃഥ്വിരാജ് തൻ്റെ സിനിമ അഭിനയം ആരംഭിക്കുന്നത്. ആ സമയത്ത് തന്നെ വളരെ ഹെവി ആയിട്ടുള്ള ഡെപ്തുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പൃഥ്വിരാജിന് കഴിഞ്ഞിട്ടുണ്ട്. മോഹൻലാലും മമ്മൂട്ടിക്കും ശേഷം വളരെ ചെറിയ പ്രായത്തിൽ ഇത്തരത്തിലുള്ള റോളുകൾ ചെയ്ത വേറെ നടന്മാർ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ലോഹിതദാസിൻ്റെ സംവിധാനത്തിൽ വന്ന ചക്രം ഇതിന് ഒരു ഉദാഹരണമാണ്. തൻ്റെ 21ാം വയസ്സിലാണ് പൃഥ്വിരാജ് ഈ റോൾ ചെയ്യുന്നത്. ഇന്നത്തെ മലയാള സിനിമയിലെ യൂത്തന്മാരിൽ ഫഹദ് ഫാസിലിനെ മാറ്റി നിർത്തിയാൽ ഒരാൾക്ക് പോലും അങ്ങനെ ഒരു റോൾ ആലോചിക്കാൻ പോലും പറ്റില്ല. പൃഥ്വിരാജ് എന്ന നടൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൃഥ്വിരാജ് മലയാള സിനിമയിലും ഇതര ഭാഷാ സിനിമകളിലും ഒരേപോലെ അഭിനയിക്കാവുന്ന രീതിയിലുള്ള ശരീരപ്രകൃതി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൃഥ്വിരാജിൻ്റെ അഭിനയം എല്ലാ ഇതര ഭാഷകളിലും ആഘോഷിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് പൃഥ്വിരാജ് സലാറിൽ അഭിനയിച്ചപ്പോൾ മലയാളി ശരീരമായല്ല നമുക്ക് തോന്നിയത്. എല്ലാത്തരം സ്ഥലകാലത്തോടും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഭിനയ ശരീരപ്രകൃതി അദ്ദേഹത്തിനുണ്ട്. മലയാളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ കുടുംബ ചിത്രങ്ങളും അതേസമയം ലോക്കൽ മീശവിരി പടങ്ങളും അതേ സമയത്ത് സ്റ്റൈലിഷ് കഥാപാത്രങ്ങളും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ആളാണ് പൃഥ്വിരാജ്. മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളുടെ കരിയർ നോക്കിയാലും ഇതേ ഒരു കാര്യം കാണാൻ പറ്റും. വരും കാലങ്ങളിൽ പൃഥ്വിരാജിനെ ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രമുഖ സാന്നിധ്യമായി മാറ്റാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ മൾട്ടി ടാലൻ്റാണ്. നടൻ എന്നതിനേക്കാൾ ഉപരിയായി നിർമ്മാതാവ്, സംവിധായകൻ എന്നീ നിലകളിലും തൻ്റെ കൈമുദ്ര പതിപ്പിച്ച ആളാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിൻ്റെ എമ്പുരാനിന് ശേഷമുള്ള സംവിധാന സംരംഭമായ ടൈസൺ ഇന്ത്യൻ സിനിമാ ലോകം വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. കുറച്ചു കാലമായി അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളിൽ നിന്നും വിട്ടുനിന്ന പൃഥ്വിരാജിൻ്റെ ഒരു വലിയ തിരിച്ചുവരവായിരിക്കും ആടുജീവിതം. ഓസ്കാർ ലെവൽ വരെ ഈ സിനിമ എത്താനുള്ള സാധ്യതകൾ എല്ലാവരും നോക്കിക്കാണുന്നുണ്ട്. ആടുജീവിതത്തിൻ്റെ പ്രൊമോഷൻ നടക്കുന്ന ഈ സമയത്ത് സിനിമയെ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ചെയ്യുന്നത് അതിൻ്റെ സംഗീത സംവിധായകൻ കൂടിയായ AR റഹ്മാനാണ്. അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിനും ഒരു വലിയ മൈലേജ് കൊടുക്കാവുന്ന തരത്തിലുള്ള ഒരു വർക്കായിട്ടാണ് ആടുജീവിതത്തെ അദ്ദേഹം നോക്കിക്കാണുന്നത്. ലോറൻസ് ഓഫ് അറേബ്യ എന്ന ക്ലാസിക് സിനിമയായിട്ടാണ് ആടുജീവിതത്തെ റഹ്മാൻ താരതമ്യപ്പെടുത്തുന്നത്. അന്തർദേശീയ തലത്തിൽ ആടുജീവിതം നേടാൻ പോകുന്ന ഉയരങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതര ഭാഷകളിൽ ചിത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വലിയ കമ്പനികളാണ്. കന്നഡയിൽ ഹോംബാലെ ഫിലിംസാണ് ചിത്രത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തെലുങ്കിൽ മൈത്രി ഫിലിംസും. അങ്ങനെ വലിയ വലിയ കമ്പനികളാണ് ചിത്രം മറ്റു ഭാഷകളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. മലയാളികൾ വായിച്ചറിഞ്ഞ ആടുജീവിതം സ്ക്രീനിൽ കാണാൻ വേണ്ടി എല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ആടുജീവിതം എന്ന സിനിമ വലിയ ഉയരങ്ങളിൽ എത്തുകയാണെങ്കിൽ അടുത്തൊരു സൂപ്പർ സ്റ്റാറായി പൃഥ്വിരാജ് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുമല്ലോ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.